ഹലോ ഗൈസ്, നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ മീൻ പിടിക്കാൻ പോകുന്നത് കെണിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ ഒടുക്കത്ത മഴയായിരുന്നു. അപ്പോൾ ഒടുക്കത്ത ഭാഗ്യം ഉണ്ടെന്ന് മനസ്സിലായി മീൻ പിടിക്കാൻ. എന്തായാലും കുറേ കിട്ടുന്നു മനസ്സിലായി നമുക്ക്. അപ്പോൾ മീൻ പിടിക്കാൻ കെണി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് നമ്മൾ മീൻ കെണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ നടുവെച്ചൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് ഹോള് കുത്തുക. രണ്ടാമത്തെ കുപ്പിയും നമ്മൾ ചെയ്യുന്നുണ്ട്. നടുവെച്ചല്ല കുറച്ച് കയറ്റി നമ്മൾ മുറിച്ചെടുത്തിട്ട് തല തിരിച്ച് വെക്കുക. അപ്പോൾ ബാക്കിൽ നമ്മുടെ പൂച്ചയിരിക്കുന്നുണ്ട്. കടന്നില്ലെങ്കിൽ സൈഡൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കടത്തി കൊടുത്താൽ മതി. പൂച്ചയുടെ പേര് കുട്ടൂസ് എന്നാണ് കേട്ടോ. ഒരു കണ്ണുള്ളൂ, അതാണ് സങ്കടം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് പപ്പടകോലി ചൂടാക്കിയിട്ട് ഇത് കുത്തും. അപ്പോൾ ഓട്ടകൾ വരും. ഓട്ടകൾ എന്തിനാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ല. ഒരു കസിൻ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഇങ്ങനെ പുറത്തിറങ്ങി മീൻ പിടിക്കുക എന്നിവ ജോലികളൊക്കെയാണ് ഹരം. അപ്പോൾ 5ലാണ് കേട്ടോ പുള്ളിക്കാരൻ പഠിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ മീനിന് തീറ്റ നമ്മൾ റസ്ക്കും കോൺഫ്ലെക്സും ആട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. വീട്ടിലെന്തോ ഉള്ളതെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി. ചോറായാലും കുഴപ്പമില്ല. ഇപ്പോൾ ചോറായി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് റിസ്ക് എടുത്തത്. അപ്പം നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് പോവാണ്. ഇറങ്ങിയപ്പോൾ നമ്മൾ റൂട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. നേരത്തെ പെയ്ത മഴ കുറേ വെള്ളം റൂട്ടിൽ കെട്ടി നിൽക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ കുറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോയത്. ഇതാണ് നമ്മൾ പോകുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചാല് വരുന്നത്. അങ്ങനത്തെ ചാലെന്നാണെന്ന് അറിഞ്ഞുകൂടെ. കുറേ ചാലുകളുണ്ട് ഇവിടെ. കുഞ്ഞിതാണ്, വലുതൊന്നുമല്ല. അപ്പോൾ കുറച്ചൊക്കെ മീനുണ്ട്. കൂടുതലും വട്ടുടികളാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ആകാശം കറുത്തിരുണ്ട് തുടങ്ങി. അപ്പോൾ വീണ്ടും നമ്മുടെ ഭാഗ്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഞ്ചിയും പിള്ളേർ കുറച്ച് വഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സൈഡിൽ വെച്ചു. മഴ നല്ലോണം പെയ്ത് തുടങ്ങി. ഇപ്പം നമ്മൾ ഓടുകയായിരുന്നു ചെയ്തത്. മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മൾ ഓടി. അങ്ങനെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ രണ്ടാമത്തെ പരീക്ഷണത്തിനായി നമ്മൾ വരികയാണ്. വേറെ സ്ഥലത്ത് കേട്ടോ നമ്മളൊന്നും, ആ ഭാഗത്തേക്കല്ല. അവിടെയും കേണിയിട്ടുണ്ടായിരുന്നു. 2 സ്ഥലത്താണ് നമ്മൾ കേണിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വേഗം തന്നെ അങ്ങോട്ട് വീട്ടിലോട്ട് പോയി. രണ്ടാമത്തെ ഇതിലോട്ട് ഇറങ്ങി. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോയപ്പോൾ ഒരു ചെടിയുടെ പൂ കണ്ടു കേട്ടോ. ഈ ചെടി അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഇതിൽ ഇറങ്ങണം. കെണി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ 2 ഭാഗത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ സ്ഥലം. 3-4 സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇതേമാതിരി കനാലുള്ള സ്ഥലം. അപ്പം നമ്മളവിടെ ചെന്നു. ഭയങ്കര ഇരുണ്ടൊരു സ്ഥലമാണ്. ജാതിക്കത്തോട്ടായതുകൊണ്ട് മഴ പെയ്തുകൊണ്ടും ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പം നമ്മൾ കെണി നോക്കാൻ പോവാണ്. നീല കളറുള്ള ചാലായിരുന്നു. കുറേ കൂട്ടം കൂടി നടക്കുന്ന മീനുകൾ, അങ്ങനെ കുറേയൊക്കെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് കേട്ടോ നമ്മുടെ കെണി ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് മീനുകളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വീഡിയോകളെ കാണാൻ പറ്റുന്നില്ല. നല്ല ആസ്തറ്റിക്കൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം മതി എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കെണി. ഇതിൽ 3-4 മീനുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ മീനുകളൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം വീട്ടിലോട്ട് നടന്നു. കാരണം മഴ വീണ്ടും ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി. നമ്മൾ ടെറസിൻ്റെ മുകളിൽ വരുന്നിടത്ത് വീഡിയോ ആണിത്. നല്ല മഴയായിരുന്നു. അടിയിലൊക്കെ കുറേ വെള്ളമല്ല, എന്നാലും അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബാക്ക് വശം കേട്ടോ. അങ്ങനെ നമ്മൾ പിടിച്ച മീനുകളൊക്കെയാണ്. പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം പേര് ഞാനിപ്പം മറന്നുപോയി. അപ്പോൾ 4 മീനുകളെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല. നല്ല വട്ടുടി മരത്തിൽ ലോക്കൽ മീനൊന്നുമല്ല, സെറ്റ് മീനുകളെയാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ പിടിച്ച മീൻ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 4 മീനാണ് കേട്ടോ നമ്മൾ പിടിച്ചത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇതിൽ നമ്മളൊരു ബെറ്റ ഫിഷിനെയാണ്, അത് നമ്മൾ തോട്ടിൽ നിന്ന് തന്നെ പിടിച്ചത് കേട്ടോ ബെറ്റ. അതിപ്പോൾ ഓറഞ്ച് കളറ് ബെറ്റ
ലൈക്ക് എന്തിട്ടാ ഫൈറ്ററിൻ്റെ ഒക്കെ ഒരു വേറൊരു വെർഷൻ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മെയിൻ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗേൾസ്. ബൈ.